ഞാനിപ്പോൾ ഹിമാലയത്തിൽ നിന്ന് വരുന്ന സമയത്ത് അവിടെ വെച്ചിട്ടുള്ള സന്യാസികളോട് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം ഞാൻ നിങ്ങളോട് വീണ്ടും പറയാം. ഇനി ഒരു 50 വർഷത്തിനുള്ളിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ഹിന്ദുസം ഇല്ലാണ്ടാവുന്നത്. പിന്നെ വീരഭാവത്തിലുള്ളവരുടെ ഒരു സ്വാമിയാണ് ഞാൻ വാഴകളുടെ ഒരു സ്വാമിയല്ല ഞാൻ. മതി. കാര്യപ്പെട്ട കാര്യമായിട്ട് സ്വാമിജി വന്ന് പറയുമ്പോ നമ്മൾ ഒരിക്കലും നിരാശപ്പെടുത്താൻ പറ്റില്ല. സ്വാമിജി പറഞ്ഞോളൂ. അവരുടെ കണക്കൂട്ടിൽ ഒരു 50 വർഷമാണ്. പക്ഷേ ടെക്നോളജിയും മറ്റുള്ള സംവിധാനങ്ങളും ഇപ്പോഴുള്ള നിലവിലുള്ള ഹിന്ദു ലീഡേഴ്സിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ട് അറിയപ്പെടുന്ന നേതാക്കന്മാരുടെയൊക്കെ ഒരു പ്രവൃത്തികളും കാര്യങ്ങളുമൊക്കെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ 50 വർഷം വരെ പോകുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഞാൻ ഇതെന്താ കേൾക്കണത്? അതായത് സ്വാമിജിയുടെ കണക്ക് പ്രകാരം പറയുകയാണെങ്കിൽ ഹിന്ദുക്കൾ ഇവിടെ 50 വർഷം പോലും തികച്ചിരിക്കില്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നതിന്റെ ഉദാഹരണം? അതിനു മുമ്പ് തന്നെ ഈ പറയുന്ന ഒരു സാധനം ഇല്ലാണ്ടാവും. അതേത് സാധനം നമുക്ക് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു ജന്തുവായി മനസ്സിലായി. ഇന്നിപ്പോൾ കുറേ ആൾക്കാരുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് വളരെ വേദനയോട് ചില കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞൊരു മറുപടി നിങ്ങൾക്കും കൂടെ കേൾക്കാൻ കൊള്ളാന്നുള്ളതാണ്. ആണോ? എന്നാ പിന്നെ ഒട്ടും മടിക്കണ്ട. കിലികിലിപ്പുള്ള വല്ല കാര്യമാണെങ്കിൽ ഉഷാറായി പറഞ്ഞോ. ഈ വണ്ടി ഓടിക്കാൻ അറിയാത്തവന് സ്റ്റിയറിംഗ് പിടിച്ചു കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എനിക്കും കൂടി കേൾക്കാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞപ്പോൾ സ്വാമി എന്റെ വീക്കെൻഡ്സിൽ തന്നെ കയറി പിടിച്ചു അല്ലേ? പണ്ട് ഞാൻ എന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു കല്യാണം കഴിപ്പിച്ചു തരണം. അപ്പൊ എന്റെ വീട്ടുകാരുൾപ്പെടെ എന്റെ നാട്ടുകാരുൾപ്പെടെ എന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എന്നോട് ചോദിച്ച ചോദ്യം, വണ്ടി ഓട്ടാൻ അറിയാത്ത നിനക്കെന്തിനാടാ ഒരു കല്യാണമെന്ന്. അന്ന് ആ ചോദ്യത്തോടു കൂടി ഞാൻ നിർത്തിയതാ ഭൗതിക ജീവിതം. ഇപ്പത് ആത്മീയ ജീവിതം വെടിഞ്ഞിരിക്കുക. എല്ലാം വെടിഞ്ഞു. ഇന്ന് വരയ്ക്കും അതിന്റെ ഉത്തരം എനിക്ക് കിട്ടിയിട്ടില്ല. പറഞ്ഞാലും കേൾക്കാലോ. അതാണ് ഇന്ന് കേരളത്തിലെയും മറ്റ് പല സ്ഥലങ്ങളിലെയും അവസ്ഥ. അനുഭവിക്കട്ടെ അല്ലേ? അനുഭവിക്കണം. കാരണം കേരളത്തിലെ ഹിന്ദുക്കൾ വളരെയധികം ബുദ്ധിമുട്ടാൻ പോവുക. അയ്യോ, അങ്ങനെയാണെങ്കിൽ സ്വാമിജി ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി സ്വാമിജി കാണണം. കണ്ടേ മതിയാകൂ. അടിയന്റെ ഒരു അപേക്ഷയാണ്. കാണുന്നുണ്ടോ സ്വാമിജി? അവരെ സഹായിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് അവർ കരുതിയിരിക്കുന്ന നേതാക്കന്മാരൊന്നും വരില്ല. അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെ പറഞ്ഞ് കൈയൊഴിയാൻ പറ്റുമോ സ്വാമിജിക്ക്? പറ്റുമോ സ്വാമിജി? എന്തെങ്കിലും ഒരു തീരുമാനം കാണാമല്ലോ. ഉണ്ടാവണല്ലോ. ഒരു മനുഷ്യൻ അവന്റെ കപ്പാസിറ്റിയും അവന്റെ ആംബിയറും ഒക്കെ തെളിയിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ്? അവന്റെ ജീവിതത്തിൽ അവൻ കാണിച്ചു കൊടുക്കുന്നതാണ്. അവിടെ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഹിന്ദു ലീഡർ ഇല്ല. ഒരു ഹിന്ദു ലീഡർ അവിടെ ഉണ്ടാവാനും പോകുന്നില്ല കേരളത്തിൽ. കേരളത്തിന്റെ ആ ഒരു ഭൂപ്രകൃതി അങ്ങനെയാണ്, അവിടുത്തെ മെന്റാലിറ്റി അങ്ങനെയാണ്. പിന്നെ അവിടെ കാണും ഏതെങ്കിലും ഉയർന്നിരിക്കുന്ന ഒരു വ്യക്തി വിജയിച്ചു വരികയാണെങ്കിൽ. ഇപ്പം നരേന്ദ്രമോദിജി ആദ്യം കേരളം പുച്ഛിച്ചു തള്ളിയതാണ്. അദ്ദേഹത്തിനെ കേരളത്തിൽ കയറ്റരുതെന്ന് പോലും പറഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രധാനമന്ത്രിയായപ്പോൾ അദ്ദേഹത്തെ പിന്നെ സ്വീകരിക്കുന്നു, ആരാധിക്കുന്നു, അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് പോസ്റ്റ് അടിക്കുന്നു, പ്രൊഫൈൽ പിക്ചറായിട്ട് ഇടുന്നു. ഇങ്ങനെ നടക്കുന്നു. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തി വിജയിച്ചാൽ വിജയിച്ചവന്റെ പിറകെ മാത്രം പോകുന്ന ഒരു വിഡ്ഢികളാണ് മലയാളികളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത്. ഞാൻ കാണുന്നു കേരളത്തെ ഹൈന്ദവർ സ്വാമിജിയെ അംഗീകരിക്കുന്നില്ല അല്ലേ? അതിന്റെ ഒരു രോദനമല്ലേ സ്വാമിജി ഈ മോങ്ങൽ അല്ലെങ്കിൽ കരച്ചൽ എന്ന് പറയുന്നത്? എന്നാണ് ഞങ്ങളിവിടെ കാണുന്നത്. ശരിയല്ലേ സ്വാമിജി? ഇന്ന് BJPക്ക് അകത്ത് പല ആൾക്കാരെയും കൊണ്ട് പലയിടത്തുനിന്ന് കളഞ്ഞ ആൾക്കാരെ കൊണ്ട് അതിനകത്ത് തള്ളി കയറ്റി വെച്ചിരിക്കുകയാണ്. സ്വാമിജി പറഞ്ഞപ്പോ എന്റെ മനസ്സിലൊരു മുഖം ഓർമ്മ വരുന്നു. 3 ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ആ ഒരു സന്തോഷം പങ്കുവെക്കേണ്ടിട്ടാണ് നിങ്ങളുമായിട്ട് ഇപ്പൊ ലൈവില് വന്നത്. അപ്പൊ ആകാൻ വഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണം. സുരേന്ദ്രനെ ഒന്നും ഒരു സ്വയം സേവകനായിട്ട് കാണാനൊന്നും പറ്റുമോ? സുരേന്ദ്രൻ എന്താ ചെയ്തത്? ഇനി അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? ഉള്ള നാട്ടിലുള്ള ആൾക്കാരെ നോക്കൂ. നാട്ടിൽ അവിടെ ഉള്ള ആൾക്കാരെ, അവിടെ കഴിവുള്ള ആൾക്കാരെ കണ്ടെത്താൻ ഉള്ള മനസ്സ് ഇനിയെങ്കിലും ഹിന്ദുവിനില്ലെങ്കിൽ
ഹിന്ദുവിനെ ജന്തു എന്ന് പറഞ്ഞ് തള്ളിക്കളയാനേ പറ്റുള്ളൂ. നശിക്കണം, ചിലതൊക്കെ നശിച്ച് തന്നെ പോകണം. അങ്ങോട്ട് ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങളുടെ നാശം വിതച്ചു, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് BJP-ക്കാരോട് പറയാനുള്ളത്, സ്വാമിജിയെ കൊണ്ടുവരണം. ഈ ഇലക്ഷനിൽ സ്വാമിജിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കണം, അവിടെ വിജയിപ്പിച്ചും കൊടുക്കണം. എന്നാൽ മാത്രമേ ഹൈന്ദവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ BJP-ക്കാരെ? അതിന്റെ രോദനമാണ് നമ്മളിപ്പോ കേട്ടത്. ഇനി ഹൈന്ദവർക്ക് രക്ഷപ്പെടണമെങ്കിൽ സ്വാമിജി കേരളത്തിൽ കാലുകുത്തണം, കുത്തിയേ മതിയാകും, അല്ലെങ്കിൽ കൊണ്ടുവരും. ചാത്തന്മാരവനെ കൊണ്ടുവരും.